Welcome to Colin class. Passion, discipline, focus and hard work are the ingredients of success. നമ്മുടെ വിജയത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊരു പാഷൻ വേണം, ഡിസിപ്ലിൻ ആയിരിക്കണം, നമ്മളതിൽ ഫോക്കസ് ചെയ്തിരിക്കണം, കൂടാതെ ഹാർഡ് വർക്കും ചെയ്തിരിക്കണം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. കോർപ്പറേഷനിൽ നിന്നും കേരള ബാങ്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ സഹകരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ നാഴികക്കല്ല് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാങ്കാണിത് കേരള ബാങ്ക് എന്ന് പറയുന്നത്. എൻ്റെ ലോഗോ ശ്രദ്ധിക്കുക. 1 കേരള ബാങ്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇതിൽ സ്ട്രക്ചർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്ക് ആദ്യം നോക്കാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഘടന, ഇത് നിങ്ങൾ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് പല ക്ലാസ്സിലായിട്ട് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യും. കാരണം നിങ്ങളിത് സ്ഥിരം കണ്ട് ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സഹകരണ സംഘങ്ങളെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ്, 2 നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ്. ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായ്പാ സംഘങ്ങളില്ലേ, വായ്പ കൊടുക്കുന്നത്, പൈസ കടം കൊടുക്കുന്നത്. നോൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വായ്പ അല്ലാത്ത സംഘങ്ങൾ. ഇതിൽ തന്നെ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ് എന്നും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്ന സംഘങ്ങൾ, എന്നാൽ നോൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളല്ല, അഗ്രികൾച്ചർ അല്ല, നോൺ അഗ്രികൾച്ചറാണ്. ഓക്കെ, ഇതിൽ തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സിൽ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ പെടുന്നതും. അപ്പോൾ അതിൽ ഷോർട്ട് ടേം, അതായത് വളരെ ഹ്രസ്വകാലത്തിലേക്ക്, വളരെ ചെറിയ കാലയളവ് അല്ലെങ്കിൽ മീഡിയം കാലയളവിലേക്ക് വായ്പകൾ കൊടുക്കുന്ന സംഘങ്ങൾ, പിന്നീട് ലോങ് ടേം ദീർഘകാലയളവിലേക്ക് വായ്പകൾ കൊടുക്കുന്ന സംഘങ്ങൾ. ഇതിൽ തന്നെ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വരുന്ന ആദ്യത്തെ ബാങ്കാണെന്ത്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. എൻ്റെ ബ്രാൻഡ് നെയിം എന്താണ്? കേരള ബാങ്ക്, അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയും. അപ്പെക്സ് സൊസൈറ്റി ഫോർ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതിൻ്റെ മിഡിൽ ലെവലിൽ വരുന്ന DCB അതിപ്പോൾ ഇല്ല. പിന്നീട് ലോവർ ലെവലിൽ വരുന്നത് പാക്സ്. ഓക്കെ, ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ വരുന്നത് എന്തൊക്കെയാണ്? കേസ് കാർഡ്, അപ്പെക്സ് വരുന്ന കേസ് കാർഡ്, ലോവർ ലെവലിൽ വരുന്നത് PCRDB. ഇനി നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്താണ്? നേരത്തെ പറഞ്ഞു, കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വായ്പകൾ കൊടുക്കുന്ന സംഘങ്ങൾ. ഏതൊക്കെയാണത്? അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, എംപ്ലോയീസ് കോഓപ്പറേറ്റീവ്സ്, ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ്. ഇത് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന 1-2 എക്സാംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ പെടാത്തതേത്? അവിടെ ഒരു ഓപ്ഷനായിട്ട് കേരള ബാങ്ക് തന്നാൽ നിങ്ങളത് എഴുതുമോ? ഇല്ല. കേരള ബാങ്ക് ഏത് സ്ട്രക്ചറിൽ പെടുന്നതാണ്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സിൽ പെടുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. നമുക്കിനി നേരെ കേരള ബാങ്കിലേക്ക് പോകാം. നമ്മുടെ കേരള ബാങ്കിൻ്റെ ലോഗോ നോക്കൂ. 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 14 എന്തുണ്ട്? ഡോട്ട്സ് ഉണ്ട്, 14 കുത്തുകളുണ്ട്. എണ്ണി നോക്കൂ. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ബാങ്കായി എന്നാണ് പറയുന്നത്. 14 DCBകളും കൂടെ അമാൽഗമേറ്റ് ചെയ്ത് ഒരു ബാങ്കായി. ആ ബാങ്കിൻ്റെ പേരാണെന്ത്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് കേരള ബാങ്ക്. അപ്പോൾ 14 ഡോട്ടുകൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? 14 DCBകളെ പ്രതിനിധീകരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കൂ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, ബ്രാൻഡഡ് ആസ് കേരള ബാങ്ക്, ഈസ് ആൻ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ബാങ്ക് സെറ്റപ്പ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഇൻ 29th November 2019. അപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്, അതിൻ്റെ ബ്രാൻഡ് നെയിം എന്താ പറയുന്നത്? കേരള ബാങ്ക് എന്നാണ്. ഇതൊരു ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ബാങ്കാണ്. ആരാണിത് ഫോം ചെയ്തത്? കേരള ഗവൺമെൻറ് ആണ്. എന്നാണ്? വർഷം ഓർത്ത് വെക്കുക, November 29, 2019. അപ്പോൾ ഇത് നമുക്ക് നോക്കൂ. ഈ 2019 9 ഇവിടെ ഉണ്ട്, പിന്നെ 29 11 ഇതൊക്കെ ഓർത്ത് വെക്കുക. 2-ൻ്റെയും 9-ൻ്റെയും 1-ൻ്റെയും ഒരു കളിയാണല്ലേ. അപ്പോൾ November 29, 2019 ഇത് ഫോം ചെയ്തത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ് ഇൻ കേരള. നമ്മുടെ കേരളത്തിലെ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ബാങ്കാണ്. നേരത്തെ നമ്മൾ ആ സ്ട്രക്ചറിൽ പറഞ്ഞു അല്ലേ. ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സിൻ്റെ ഏറ്റവും അപ്പെക്സ് ആയിട്ടിരിക്കുന്ന ബാങ്ക് ഏത്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലേ. എന്നാൽ മിഡിൽ ലെവലിൽ ഏതാണ്? DCB, ലോവർ ലെവലിൽ പാക്സ്. ഇനി അടുത്ത നോക്കൂ. ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു അല്ലേ.
ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക്. ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ബി ഐയുടെ ഷെഡ്യൂളിൽ ഏർപ്പെട്ടിരിക്കുന്ന, ആർ ബി ഐയുടെ ഷെഡ്യൂളിൽ വന്ന ബാങ്കിനെയാണ് എന്ത് പറയുന്നത്? ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ആർ ബി ഐയുടെ അണ്ടറിൽ വരുന്ന ബാങ്കാണ് എന്ത്? ഷെഡ്യൂൾഡ് എന്ന് പറയുന്നത്. ഇതെന്നാണ്? ഇതിൻ്റെ വർഷം പഠിക്കണം. ഈ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ജൂലൈ 1, 1966. ഡേറ്റ് അടക്കം പഠിക്കുക. ജൂലൈ 1, 1966 നമ്മുടെ ഈ കേരള ബാങ്ക് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറിയത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സഹകരണ മേഖലയിലെ ആദ്യത്തെ ഒരു ബാങ്കാണ് ഷെഡ്യൂൾഡായി മാറിയത്, അല്ലേ? അതായത് നമ്മുടെ കേരള ബാങ്കാണ്. നമുക്ക് അഭിമാനിക്കാം, അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ. കേരള ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്. കോ ബാങ്ക് ടവർ. ഓക്കെ, അഡ്രസ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കോ ബാങ്ക് ടവറിലാണ്, ട്രിവാൻഡ്രമാണ്. ന്യൂലി ഇൻസേർട്ടഡ് ഇൻ ദ ആക്ട് ത്രൂ 2019 ആക്ട് അമെൻമെൻറ്റ് റിലേറ്റിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് കേരള ബാങ്ക്. 2019 അമെൻമെൻറ്റ് ആക്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു നിയമം ഇതിനകത്ത് ആഡ് ചെയ്തു, അമെൻമെൻറ്റിൽ ആഡ് ചെയ്തു. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ കേരള ബാങ്കുമായിട്ടാണ്. അപ്പോൾ ഓർത്ത് വെക്കണം, സെക്ഷൻ 14A, 74H, ചാപ്റ്റർ 10C. ചാപ്റ്റർ 10Cയിൽ വരുന്നതാണ് 74H. പിന്നെ സെക്ഷൻ 14A എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ചോദിക്കും. അപ്പോൾ സെക്ഷൻ 14A എന്താണ്? പ്രൊവിഷൻസ് റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് DCB ടു കേരള ബാങ്ക്. കേരള ബാങ്കിലേക്ക് DCBകളുടെ അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 14Aയിൽ പറയുന്നത്. അപ്പോൾ ഇത് എന്നാണ് ഇതിൻ്റെ ഏത് അമെൻമെൻറ്റിലാണ് ഫോർമേഷനും ഓഫ് കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് നിലവിൽ ഇൻസേർട്ട് ചെയ്തത്? ഏതാണ്? 2019 നിയമത്തിലെ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി സെക്ഷൻ 74H എന്ന് പറഞ്ഞാൽ എന്താ? അമാൽഗമേഷൻ ഓഫ് DCB ടു കേരള ബാങ്ക്. കേരള ബാങ്കിലേക്ക് DCBകളെ അമാൽഗമേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 74H. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം: സെക്ഷൻ 14A, 74H, ചാപ്റ്റർ 10C. ഇതെന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കേരള ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ട അമെൻമെൻ്റ് ആണ് എന്ന് പഠിക്കണം. നെക്സ്റ്റ്, സെക്ഷൻ 2KA ഡിഫൈൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 2ലാണ്. നമുക്കറിയാം 1969 KCS ആക്ട് പ്രകാരം സെക്ഷൻ 2ലാണ് കുറേ ടേമുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് അത് പറയുന്നതിനെയാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ സെക്ഷൻ 2KAയിലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ബാങ്ക് ഷാൾ ബി എക്സ്റ്റെൻഡ് ടു ദ ഓൾ സ്റ്റേറ്റ് ഓഫ് ഏരിയ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന മേഖല എവിടെയാണ്? ഓൾ സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. അപ്പെക്സ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഓൾ സ്റ്റേറ്റ് ഓഫ് കേരളയിൽ വ്യാപിച്ച് കിടക്കുന്നു. ദ ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അമാൽഗമേറ്റിംഗ് 13 DCBs ഇൻ കേരള, നൗ 14. ഇത് അമാൽഗമേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നിലവിലുള്ള DCBകൾ, എത്ര DCBകളുണ്ട്? ഓരോ ജില്ലകളുമായിട്ട് 14 DCBകളുണ്ട്, അല്ലേ? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അല്ലേ? ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്. ഈ 14 എണ്ണത്തിൽ നമ്മുടെ കേരള ബാങ്ക് വരുന്ന സമയത്ത് 13 എണ്ണവേ നമ്മുടെ കേരള ബാങ്കിലോട്ട് അമാൽഗമേറ്റ് ചെയ്തുള്ളൂ. ബാക്കി ഒരെണ്ണം മലപ്പുറമായിരുന്നു. ഈ മലപ്പുറം പിന്നെ എപ്പോഴാണ് നമ്മളുമായിട്ട് അമാൽഗമേറ്റ് ചെയ്തത് കേരള ബാങ്കുമായിട്ട്? 12/1/2023. ആ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കണ്ടോ? ഇൻ 12 January 2023 മലപ്പുറം DCB അമാൽഗമേറ്റ് വിത്ത് കേരള ബാങ്ക്. അപ്പോൾ കേരള ബാങ്ക് ഫോം ചെയ്യുന്ന സമയത്ത് എത്ര DCBകളാണ് അമാൽഗമേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് 13 DCBകളാണ്. പിന്നീട് അത് എന്നാണ് മലപ്പുറം DCB അമാൽഗമേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് January 12, 2023. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ക്ലിയറായിട്ട് പഠിക്കുക. ചിലപ്പോൾ അവർ ചോദിക്കും അമാൽഗമേറ്റ് ചെയ്ത സമയത്ത് എത്ര DCBകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മലപ്പുറം DCB എന്നാണ് അമാൽഗമേറ്റ് ചെയ്തത്. അപ്പോൾ അത് പഠിക്കണം. January 12, 2023. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റീസ് നോക്കാം. മഗ്ലഗൻ കമ്മിറ്റി 1914, H. കാൽവേർട്ട് കമ്മിറ്റി 1926, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1951. ഈ 3 കമ്മിറ്റികളും റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഫോം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു, റെക്കമെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? മഗ്ലഗൻ കമ്മിറ്റി 1914, H. കാൽവേർട്ട് കമ്മിറ്റി 1926, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1951. ഇനി 2017 എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് റിപ്പോർട്ട്, ശ്രീറാം കമ്മിറ്റി. ഇപ്പോൾ 2017 എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് റിപ്പോർട്ട് ആരാണ് സബ്മിറ്റ് ചെയ്തത്? ശ്രീറാം കമ്മിറ്റിയാണ്.
2016 അപ്പോയിൻറ്റ് ചെയ്യുന്നു, 2017 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു ശ്രീറാം കമ്മിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് ശ്രീറാം കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. 2018 ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് റിപ്പോർട്ട്, അതിന് രവീന്ദ്രനാഥ് കമ്മിറ്റി. ഇപ്പോൾ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് റിപ്പോർട്ട് അല്ലെങ്കിൽ രവീന്ദ്രനാഥ് കമ്മിറ്റി 2017, 2029 ഇതിൻ്റെ ടൈം വരുന്നത്. ഓക്കെ, ഇത് രണ്ടും കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ മക്ലാഗൻ കമ്മിറ്റിയും എച്ച് കാൾവർട്ടും സർവേ കമ്മിറ്റിയും ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 2017 ശ്രീറാം കമ്മിറ്റിയും 2018 ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയും എന്താണ്? കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. ഇനി നമുക്ക് നോക്കാം, കേരള ബാങ്ക് പലതരത്തിൽ പറയാം. ഇറ്റ് ഈസ് എ ഫിനാൻസിങ് ബാങ്ക് ഓഫ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിലെ സംസ്ഥാനത്തിൻ്റെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് പൈസയുടെ ആവശ്യം വന്നാൽ കൊടുക്കുന്ന ബാങ്കാണ്. അതിനെയാണ് ഫിനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത്. ഫിനാൻസിങ് ബാങ്ക് ആയിട്ടായിരുന്നു ഈ കേരള ബാങ്ക് ആക്ട് ചെയ്തിരുന്നത്. ആൻഡ് സ്റ്റാൻഡ്സ് ഫോർ ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റേറ്റ്. പിന്നെന്താണ്, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സഹകരണ വായ്പ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റ് ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കേരള ബാങ്ക് നിലവിൽ വന്നത്. അപ്പോൾ ചോദിക്കാം, ഡാഷ് ഈസ് ദ ഫിനാൻസിങ് ബാങ്ക് ഓഫ് ദ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ദ സ്റ്റേറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ എന്ത് പറയും? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്ത പോയിന്റ് നോക്കൂ, ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ നബാർഡ് ആൻഡ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും നബാർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? കണക്ട് ചെയ്തിരുന്നത് ആരാണ്? നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഓക്കെ, അപ്പോൾ നബാർഡും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും, അതായത് നബാർഡ് വഴി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്യും? എന്തെങ്കിലും ഫിനാൻസ് കൊടുക്കണമെങ്കിൽ അത് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വഴിയാണ് കൊടുക്കുന്നത്. പിന്നീട് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഈസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇങ്ങനെയും പറയാം, എന്താണ്? മണി മാർക്കറ്റും നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെയും കണക്റ്റിംഗ് ലിങ്കായിട്ട് ആക്ട് ചെയ്തിരുന്നതും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഓക്കെ, നമ്മുടെ മണി മാർക്കറ്റും പിന്നെന്താണ് സഹകരണ മേഖലയിലെ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ചെയ്തിരുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. ആരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? ആരാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് KCS ആക്റ്റിൽ എവിടെയാണ് പറയുന്നത്? നമ്മുടെ സെക്ഷൻ 44 ഓഫ് KCS ആക്റ്റിലാണ് പറയുന്നത്. അതും ഓർത്ത് വെക്കുക. ഇനി നമുക്കിതിൻ്റെ മാനേജ്മെൻറ്റ് നോക്കാം. ദ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി PACS and urban cooperative banks UCBs are designated as the A-class members of the Kerala State Cooperative Bank. നമ്മൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ A-class മെമ്പേഴ്സ് ആരൊക്കെയാണ്? പാക്സും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുമാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ A-class മെമ്പേഴ്സ്. ദ സുപ്രീം അതോറിറ്റി ഓഫ് ദ ബാങ്ക് ഈസ് ദ ജനറൽ ബോഡി. നമ്മുടെ ബാങ്കിൻ്റെ ഏറ്റവും പരമോന്നത അധികാരി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നിയെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ചോദിച്ചാൽ തിരിഞ്ഞു പോകരുത്. അപ്പോൾ പരമോന്നത അധികാരി ആരാണ്? നമ്മുടെ ബാങ്കിൻ്റെ, കേരള ബാങ്കിൻ്റെ ജനറൽ ബോഡി. എന്നാൽ A-class മെമ്പേഴ്സ് ആരൊക്കെയാണ്? പാക്സും അർബൻ കോപ്പറേറ്റീവ് മെമ്പേഴ്സും. ഇനി ദ ജനറൽ ബോഡി കൺസിസ്റ്റ് ഓഫ് ഡെലിഗേറ്റ്സ് ഓഫ് A-class മെമ്പേഴ്സ്, എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. ഈ ജനറൽ ബോഡിയിൽ തന്നെ എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ പ്രതിനിധികളാണുള്ളത്, ഡെലിഗേറ്റ്സ്, ഏതൊക്കെ ആരെയൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുള്ള പ്രതിനിധികളാണ്? കാരണം ജനറൽ ബോഡിയിൽ എല്ലാവരെയും ചേർക്കാൻ പറ്റില്ല അല്ലേ? എല്ലാവരെയും കൊണ്ടുവന്ന് ചേർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ സെക്ഷനെയും പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരാളെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജനറൽ ബോഡിയിൽ ആരൊക്കെ ഡെലിഗേറ്റ്സ് ഉണ്ട്? A-class മെമ്പേഴ്സിൻ്റെ ഉണ്ട്, എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സിൻ്റെ ഉണ്ട്, പിന്നെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ഒരു ഡയറക്ടർ, ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത് അതായത് ഗവൺമെൻറ് പറഞ്ഞ ഒരു ഡയറക്ടറിനെയും കൂടെ നമ്മൾ ഡെലിഗേറ്റ്സ് ആയിട്ട് കേരള ബാങ്കിൻ്റെ ജനറൽ ബോഡിയിൽ എടുക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ A-class മെമ്പേഴ്സ് ആരൊക്കെ? പാക്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഇതിൻ്റെ സുപ്രീം അതോറിറ്റി ആരൊക്കെ? ജനറൽ ബോഡി. ജനറൽ ബോഡിയിൽ ആരുടെയൊക്കെ ഡെലിഗേറ്റ്സ് ഉണ്ട്? A-class മെമ്പേഴ്സിൻ്റെ ഉണ്ട്, എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സിൻ്റെ ഉണ്ട്, പിന്നെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ഒരു ഡയറക്ടേഴ്സിൻ്റെ ഉണ്ട്. ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ബാങ്ക് ഈസ് വെസ്റ്റഡ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സബ്ജക്ട് ടു ഓൾ ദ ഓവറോൾ കൺട്രോൾ ഓഫ് ദ ജനറൽ ബോഡി. എന്നാൽ ഇതിൻ്റെ ഡേ ടു ഡേ മാനേജ്മെൻറ്റൊക്കെ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. പക്ഷേ ഇതിൻ്റെ ഓവറോൾ കൺട്രോൾ ആരാണ്? ജനറൽ ബോഡി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, സുപ്രീം അതോറിറ്റി ആരാണെന്ന്? ജനറൽ ബോഡിയാണ്. പക്ഷേ ജനറൽ ബോഡിക്ക് എപ്പോഴും വന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ആരിൽ നിക്ഷിപ്തമാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്.
Board of Directors consists of 21 members, of whom 15 are elected by the A-class members of the bank. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേരടങ്ങുന്ന അംഗങ്ങളാണ്? 21 മെമ്പേഴ്സ്. അപ്പോൾ കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേരുണ്ട്? 21 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 15 പേരെ എടുക്കുന്നത് ബാങ്കിൻ്റെ A-class മെമ്പേഴ്സിൽ നിന്നാണ്. ഓക്കെ, 15 പേരെ നേരത്തെ നമ്മൾ പറഞ്ഞു. ബാങ്കിൻ്റെ A-class മെമ്പേഴ്സ് ആരൊക്കെയാണ്? അതിൽ നിന്ന് 15 പേരെയാണ് ഈ 21 മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ടോട്ടൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര പേരുണ്ട്? 21 മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ രാജൻ PS ആണ് ഈസ് ദ ഫസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. CEO ആരാണ്? രാജൻ PS. ഫസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രാജൻ PS. മിനി ആൻ്റണി IAS ദ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ കേരള ബാങ്കിൻ്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? മിനി ആൻ്റണി IAS. ദ പ്രസിഡൻറ്റ് ഓഫ് കേരള ബാങ്ക് ആരാണ്? ഗോപി കോട്ടമുറിക്കൽ. വൈസ് പ്രസിഡൻ്റ് ആരാണ്? MK കണ്ണൻ. ഓർത്ത് വെക്കണം, രാജൻ PS ആരാണ്? ദ ഫസ്റ്റ് CEO രാജൻ PS ആണ്. പിന്നീട് മിനി ആൻ്റണി IAS ആണ് ആദ്യത്തെ കേരള ബാങ്കിൻ്റെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ. പ്രസിഡൻ്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കൽ. ഫസ്റ്റ് പ്രസിഡൻ്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കൽ. വൈസ് പ്രസിഡൻ്റ് ആരാണ്? MK കണ്ണൻ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങളിലേക്ക് പോകാം. The beginning of the Kerala State Cooperative Bank Limited dates back to early 20th century. നമ്മുടെ 20-ാം നൂറ്റാണ്ടിലെ തുടക്കകാലത്തിലായിരുന്നു എന്ത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ബിഗിനിങ് സ്റ്റേജിലായിരുന്നു, തുടക്കകാലങ്ങളിലായിരുന്നു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നാൾവഴികൾ വരുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ 1914 1914 മഹാരാജ ഓഫ് ട്രാവൻകൂർ ഹിസ് ഹൈനസ് ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ ത്രൂ എ പ്രൊക്ലമേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട്. അപ്പോൾ നമ്മുടെ ട്രാവൻകൂറിലെ മഹാരാജാവായിരുന്ന ആര്? ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ ഒരു വിളംബരം പുറപ്പെടുവിപ്പിച്ചു. എന്താണത്? ദ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. എന്നാണത്? 1914 ആരാണ്? അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. അദ്ദേഹം എന്താണ് കൊണ്ടുവന്നത്? ദ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് ഇൻ 1915, ടൈം ലൈൻ പോലെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്തായിരുന്നു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം ഏതാണ്? 1914. ഇനി അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് 1915 ദ ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ആസ് ദ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. എന്ത് ചെയ്തു? ബാങ്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്തു? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. വിച്ച് വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ഫോംഡ് ഇൻ ദ ഫോമർ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. നമ്മുടെ ആദ്യത്തെ രാജ്യമായ തിരുവിതാംകൂറിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു എന്ത്? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1915 രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം പിന്നീട് 1943 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഇറ്റ് വാസ് കൺവേർട്ടഡ് ഇൻ ടു ദ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. എന്ത് ചെയ്തു? ട്രിവാൻഡ്രം എന്നുള്ളത് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു, പിന്നീട് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ഇൻ 1954 1954 ദ ബാങ്ക് വാസ് റീഓർഗനൈസ്ഡ് ആസ് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നിലവിലുള്ള ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് പിന്നൊന്ന് അഴിച്ചു പണിഞ്ഞു അല്ലേ, റീഓർഗനൈസ് ചെയ്തു. ട്രാവൻകൂർ തിരുക്കൊച്ചി, അതായത് അത് നമ്മൾ അതൊക്കെ പഠിക്കും. നമ്മളെ മദ്രാസും ട്രാവൻകൂറും കൊച്ചിനും ഒക്കെ വന്ന് ഫോം ചെയ്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ അന്ന് തിരുക്കൊച്ചി സ്റ്റേറ്റ് ഫോം ചെയ്ത വർഷമായിരുന്നു, ആ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ആ ബാങ്ക് പിന്നെ എന്താക്കി? ട്രാവൻകൂർ എന്നുള്ളത് ട്രാവൻകൂർ കൊച്ചിനും കൂടെ ആഡ് ചെയ്തു, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി. പിന്നെ ഇൻ 1956 2 വർഷത്തിന് ശേഷം ദ സ്റ്റേറ്റ് ഓഫ് കേരള വാസ് ഫോംഡ് ഓൺ November 1, 1956. പിന്നെ നമ്മൾ കേരള എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനം രൂപീകരിച്ചല്ലോ November 1, 1986. ദ ബാങ്ക് വാസ് ദെൻ എലിവേറ്റഡ് ടു ദ പൊസിഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് ഇറ്റ് ബിക്കെയിം ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഫസ്റ്റ് November 1956
നമ്മുടെ കേരള സ്റ്റേറ്റ് ഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ബാങ്കിനെ ഒന്നും കൂടെ ഉയർത്തിക്കൊണ്ട് വന്നു. എന്താക്കി? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മുടെ നിലവിലുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്താക്കി? ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നാക്കി. അതെന്നാണ്? 1956. ഓക്കെ. നെക്സ്റ്റ് 1 മാർച്ച് 1966. പിന്നെ എന്താക്കി? 1 മാർച്ച് 1966 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഞാൻ പറഞ്ഞു, ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ എന്നാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്? 1 മാർച്ച് 1966. അത് കഴിഞ്ഞ് ഇൻ 1 ജൂലൈ 1966 നമ്മൾ പറഞ്ഞു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെ ജൂലൈ 1, 1966 നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടു. അതുകൊണ്ടാണ് അതിനെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ബിക്കം ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സഹകരണ മേഖലയിൽ നിന്ന് നമ്മുടെ റിസർവ് ബാങ്കിലോട്ട് ഉൾപ്പെട്ട ബാങ്കാണെന്ത്? നമ്മുടെ കേരള ബാങ്ക്. നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനിക്കാം ഇല്ലേ? അതെന്നാണ്? 1 ജൂലൈ 1966. എന്നാൽ ആ വർഷം തന്നെ മാർച്ചിലായിരുന്നു RBIയുടെ കൺട്രോളിൽ വരുന്നത്. അതിനുശേഷം ജൂലൈയിലായപ്പോഴത്തേക്ക് RBIയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെടുകയും അങ്ങനെ നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ ഇന്ത്യയായി മാറുകയും ചെയ്തു. ഓക്കെ. ഇനി അതിനുശേഷം 1972 RBI issued a license to carry on the business of banking under Section 22 of the Banking Regulation Act 1966. പിന്നെ RBI എന്ത് ചെയ്തു? ബാങ്കിങ് ബിസിനസ് ചെയ്തോ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ലൈസൻസ് കൊടുത്തു. നമുക്ക് ആർക്കെങ്കിലും ബാങ്കുകാരുടെ ഇടപാടുകൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ RBIയുടെ ലൈസൻസ് വേണം. അത് ഏത് സെക്ഷനിലാണ് RBIയുടെ ലൈസൻസിനെ കുറിച്ച് പറയുന്നത്? BR ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1966 സെക്ഷൻ 22 ലൈസൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പം നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ലൈസൻസ് കിട്ടിയ വർഷം 1972. ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തത് മാർച്ച് 7, 2019 എന്ത് ചെയ്തു? നമ്മുടെ DCBകളുടെ അസറ്റ്സും ലയബിലിറ്റീസും കേരള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കേരള ബാങ്ക് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്, അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന് മുതലാണ്? അത് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നതാണ്, നവംബർ 29, 2019. അപ്പം ഇതാണ് നമ്മുടെ കേരള ബാങ്കിൻ്റെ നാൾവഴികൾ. അപ്പം ഒന്നും കൂടെ പറയാം പെട്ടെന്ന്. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലങ്ങളിലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ കൊണ്ടുവന്നു. 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് രജിസ്റ്റർ ചെയ്തു. 1943 അത് കൺവേർട്ട് ചെയ്ത് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കായി. പിന്നെ 1954 വീണ്ടും ആ ബാങ്ക് ഒന്ന് റീഓർഗനൈസ് ചെയ്ത് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായി. 1956 നമ്മുടെ കേരള സ്റ്റേറ്റ് ഫോം ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് അത് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നറിയപ്പെട്ടു. മാർച്ച് 1, 1966 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ RBIയുടെ കൺട്രോളിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ജൂലൈ 1, 1966 RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ നമ്മുടെ കേരള ബാങ്ക് ഉൾപ്പെടുന്നു. അങ്ങനെ അതിന് ഒരു പദവി കിട്ടി, ബിക്കം ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ ഇന്ത്യ ആണ്. അതിൻ്റെ വർഷം ഡേറ്റ് അടക്കം ഓർക്കുക, ജൂലൈ 1, 1966. പിന്നെ അത് കഴിഞ്ഞ് 1972 RBI ബാങ്കിങ് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുത്തു. അതിനുശേഷം 2019 മാർച്ച് 7 DCBകളുടെ നിലവിലുള്ള 13 DCBകളായിരുന്നു. പിന്നീട് 2023 മലപ്പുറം അമാൽഗമേറ്റ് ചെയ്തു. അപ്പോൾ നിലവിലുള്ള എല്ലാ DCBകളുടെയും അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്തു, കേരള ബാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നീട് കേരള ബാങ്ക് എന്ന് മുതലാണ് അതിൻ്റെ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത്? 29 നവംബർ 2019.